കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ അഭിനയിച്ച പുതിയ സിനിമയാണ് കാട്ടാളൻ. കാട്ടാളനെ കുറിച്ച് ആദ്യമേ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ പോസിറ്റീവ് ഇല്ല, കുറച്ച് പോസിറ്റീവ്സും കൂടുതൽ നെഗറ്റീവ്സും ആണ് കൂടുതലും വരാനുള്ളത്. എങ്കിലും ഈ സിനിമ ആകെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം. മാർക്കോ ലെവൽ മൂവിയാണോ എന്ന് ചോദിച്ചാൽ മാർക്കോ ലെവൽ മൂവിയല്ല. മാർക്കോ വേറെ, കാട്ടാളൻ വേറെ. കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പുഷ്പ എന്ന സിനിമയിൽ അല്ലു അർജുൻ അവിടെ ചന്ദനക്കടത്താണെങ്കിൽ ഇവിടെ കാട്ടാളനിൽ ആനക്കൊമ്പ് കടത്താണ് പറയുന്നത്. ആനക്കൊമ്പ് കടത്താണ് ഇതിനകത്ത് ഒരു ഇതിവൃത്തം പറയുന്നത്. അപ്പം ഇതിൽ രണ്ട് ഗ്യാങ് ആണ്. ഒന്ന് സുനിലിന്റെ മാരിയണ്ണൻ എന്ന് പറയുന്ന ഗ്യാങ്ങും അതുപോലെ തന്നെ കബീർ അവതരിപ്പിച്ച എട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ മറ്റൊരു ഗ്യാങ്ങും. ഇതില് വളരെ എന്താ പറയുന്നത്, വില്ലനിസം പക്കയായിട്ട് വന്നിരിക്കുന്ന സുനിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്. സുനിലിന്റെ വില്ലനിസവും കുറെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയില് നായകനേക്കാൾ പല സമയങ്ങളിൽ സ്കോർ ചെയ്തിരിക്കുന്ന വില്ലനായ സുനിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സുനിലിന്റെ മുഖത്തെ ആ തീക്ഷ്ണതയും തീവ്രതയും എല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു വില്ലന് ചേരുന്ന രീതിയിൽ വില്ലനിസം കാണിച്ചിട്ടുണ്ട്, കൊടൂര വില്ലനിസം കാണിച്ചിട്ടുണ്ട്. എഡ്ഡി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത കബീർ എന്ന ആക്ടറും അത്യാവശ്യം വില്ലനിസം, പുള്ളിയെ എപ്പോഴും അറിയാം, നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് പുള്ളിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി ജഗദീഷിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പെപ്പയുടെ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പെപ്പയുടെ ക്യാരക്ടർ ഇതുപോലെ തന്നെ കയ്യാളായിട്ട് വരുന്നു. അതിനുശേഷം ആനക്കൊമ്പ് കടത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇതില് മാരിയണ്ണന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. പിന്നീട് കഥ അങ്ങനെ പോകുമ്പോൾ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റു കഥാപാത്രം പറയാനാണെങ്കിൽ നമ്മുടെ ആൻസൺ ബോൾ ഉണ്ട്, അതുപോലെ തന്നെ തുഷാര വിജയ് എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ആ നടിയുടെ ഒരു എൻട്രി ഒക്കെ നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിനിമ ആകെ മൊത്തത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആദ്യ പകുതി 2 മണിക്കൂറാണ് സിനിമയുള്ളത്. 2 മണിക്കൂർ സിനിമയുള്ളതിൽ ആദ്യത്തെ പകുതി അവസാനിക്കാറാകുമ്പോഴത്തേക്കും ഒരു കുറച്ച് സീൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു അപകടവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ. ആ സീൻസൊക്കെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ട്വിസ്റ്റൊക്കെ അത്യാവശ്യം കൊള്ളാം. തിയേറ്ററിൽ കയ്യടി കിട്ടിയ ഏരിയയാണ്. ബാക്കി സീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സിനിമകളിൽ കണ്ടിരിക്കുന്ന കുറച്ച് എന്താ പറയുന്നത്, ഗ്യാങ് വാർ ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് സിനിമ. ആകെ തുടക്കം മുതൽ അവസാനം വരെ ഇടി സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സിനിമ എനിക്ക് തോന്നുന്നത് ഡയറക്ടർ പോൾ ജോർജ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൂടുതൽ ഉണ്ണിയാർ ഇതിനകത്ത് ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ പല ഭാഗങ്ങളിലും ഈ പെപ്പെ പറയുന്ന ഡയലോഗ്സിൽ ഒരു പഞ്ച് വരാത്തൊരു സാഹചര്യമാണ്. നമ്മൾ ഈ വില്ലനെ അടിച്ച് വീഴ്ച മുന്നേ മൂത്തൊക്കെ പഞ്ച് പറയുമല്ലോ, പഞ്ച് ഡയലോഗ്. ആ പഞ്ച് ഡയലോഗിന് അത്ര പഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ വാളയാർ പരമശിവം ദിലീപിന്റെ പടം അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ഒരു കൊച്ചു റെഫറൻസ് വന്നിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടിട്ടുള്ളതാണോ അറിയാതെ വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കരിപുരണ്ട ജീവിതം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു കളർ ടോൺ ആണ് സിനിമയ്ക്ക്. അതായത് നമ്മൾ ഈ KGF സലാറിനൊക്കെ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു കളർ ടോൺ ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. കാടിന്റെ അകത്താണ് സംഭവം ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ സുനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് സുനിലിന്റെ മാരിയണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാട്ടിലേക്ക് എത്തുന്നു, ആനക്കൊമ്പ് ആ കാട്ടിലെ ഒരു രാജാവാകാൻ അദ്ദേഹം ശ്രമിക്കുന്നതും അങ്ങനെ അദ്ദേഹം എങ്ങനെ ആ കാട്ടിലെ രാജാവായി എന്നുള്ളതും ഒക്കെയാണ് ആ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പം അത്യാവശ്യം വില്ലനിസം കാണിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം അയാളൊരു വലിയ ഒരു സംഭവമായി കഴിയുമ്പം അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് കബീറിന്റെ ക്യാരക്ടർ എഡ്ഡി വരികയാണ്. ഇവിടെയാണ് ഈ രണ്ട് ഗ്യാങ്സ് വരുന്നത്. അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളും ഒക്കെയാണ്. കഥയിലേക്ക് ഒത്തിരി പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കഥ പറഞ്ഞാൽ കേസാകുന്നത് കൊണ്ടും പ്രശ്നങ്ങളാകുന്നത് കൊണ്ടും അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരിക്കലും നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ കഥ പറയാൻ പറ്റില്ല. എങ്കിലും മൊത്തത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ എഡ്ഡി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ വന്നു, അദ്ദേഹം വരാനുണ്ടായ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിനും കാട്ടിലെ രാജാവാണ്. അപ്പം രണ്ട് ഗ്യാങ് അല്ലെങ്കിൽ 2 ഡോൺസ് തമ്മിലുള്ള ഒരു അടിയാണ്. അതിൻ്റെ ഇടയിലാണ് കുറേ ആളുകൾ വേറെ വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ പെപ്പയുണ്ട്, ജഗദീഷ് ഉണ്ട്, പിന്നെ മറ്റു താരങ്ങൾ ഹനാൻ ഷാ വരുന്നുണ്ട്, ഹിപ്സ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വെനം വരുന്നുണ്ട്. ഇവരെയൊക്കെ ഈ വെനം എന്ന് പറയുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ഒത്തിരി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഹനാൻ ഷാ ഒരു ഗായകനാണ്, നമുക്കറിയാം. ഹിപ്സ്റ്റർ അതുപോലെ തന്നെ ഹിപ്സ്റ്ററിനെ നമുക്ക് ഫഹദ് ഫാസിലിന്റെ സിനിമയിൽ കൂടെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെനം എന്ന് പറയുന്ന ആളെ സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം റീച്ചുള്ള താരങ്ങളെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരു
ഒരു ഭാഗം, രണ്ടാം ഭാഗം ഒരു അവസാനിക്കാറാകുന്ന സമയത്തേക്ക്, അവസാനിക്കുന്നതിന് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കാമിയോ റോള് ഫസ്റ്റിലെ വരുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ തന്നെ ഒരു താരം എന്ന് പറയാം. അദ്ദേഹം അത്യാവശ്യം ഒരു ഗുമ്മാണ്. അതിനുശേഷം പിന്നീട് സിനിമ എൻഡ് ചെയ്യുമ്പോൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു താരത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോ ഒരു കാമിയോ റോളാണ്. പക്ഷേ കാമിയോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ പടത്തിന് ആ വേണ്ട ഒരു ഗുമ്മ കിട്ടുന്നില്ല. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നതെങ്കിലും ഈ പെപ്പെ എന്ന് പറയുന്ന താരത്തിനെ നമുക്കറിയാം, അത്യാവശ്യം ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്ത് ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇടിയാണ് സിനിമയിലെ ഫേമസ്. അദ്ദേഹത്തിന്റെ ഇടിക്ക് കിൻഡൽ ഇടിയുടെ പവർ ഉണ്ട്. അത് ചില സിനിമകൾ കാണുമ്പോൾ മിക്കവാറും കാണുമ്പോൾ അറിയും. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങളിൽ ഇടിക്ക് കിൻഡൽ തോന്നുമെങ്കിലും ചില ഭാഗങ്ങളിൽ പറ്റുന്നില്ല. ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ, അതായത് ഇന്റർവെലിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഫൈറ്റ് സീൻ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. കാരണം ഈ എവിടെയോ ക്യാമറ വർക്കിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്യാമറ ഇങ്ങനെ നീങ്ങുന്നുണ്ട്, അവിടെ അടിക്കുന്നു ഇവിടെ അടിക്കുന്നു, മൊത്തത്തിൽ അടിയും സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഒക്കുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ഈ സിനിമയിലെ നായിക എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നടിയുണ്ട്, ദുഷാര വിജയൻ. അവരുടെ ഒരു എൻട്രിയും അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇച്ചിരി പഞ്ചൊക്കെ തരുന്നുണ്ട്. പക്ഷെ എവിടെയോ വെന്ത് തീരാത്ത പോലെ, അതായത് നമ്മൾ ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി വേകാത്ത ഒരു പരുവത്തിലാണ് സംഭവം കാട്ടാളിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇനിഷ്യൽ പുള്ളിങ് എന്നാണല്ലോ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തിയേറ്ററിൽ അത്യാവശ്യം ഇനിഷ്യൽ പുള്ളിങ് ഉണ്ടായിരുന്നു. ചില സീൻസിന് അത്യാവശ്യം കയ്യടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമ കുറേയും കൂടെ നന്നാക്കാമായിരുന്നു. സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഈ സിനിമയെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമുണ്ട്, രവി ബസൂറിന്റെ BGM ആണ് തുടക്കം മുതൽ അവസാനം വരെ സിനിമയെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അതായത് സിനിമ ആ ഒരു പേസിൽ പോകുമ്പോൾ അതിന് വേണ്ട ആ അത്യാവശ്യം എഫക്റ്റും, അത്യാവശ്യം ആ മ്യൂസിക്കിന് ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മളെ ഇങ്ങനെ പിടിച്ചിരുന്നത് ചില സീൻസിൽ മ്യൂസിക്കേ ഉള്ളൂ, ചിലത് റോ ആയിട്ട് സീൻസ് പോവുകയാണ്. എങ്കിലും ഇദ്ദേഹത്തിന്റെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, മ്യൂസിക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, മ്യൂസിക്കാണ് ഈ സിനിമയുടെ ഒരു പ്രധാന ഘടകം. പിന്നെ ഫൈറ്റ് ഉണ്ടല്ലോ, ഫൈറ്റ് ഒരു ഘടകമാണെങ്കിൽ പോലും ഫൈറ്റ് അത്രയും അങ്ങോട്ട് ചില ഭാഗങ്ങളിൽ വേഗാത്ത വരുമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആനയൊക്കെ ഒറിജിനൽ ആന തന്നെയാണ്. പക്ഷെ ഒറിജിനൽ ആനയാണെങ്കിലും ഇതിന്റെ നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഷൂട്ടിംഗ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അത് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയോ എന്നുള്ളത് ഓരോരുത്തരും കണ്ടിട്ട് പറയണം, ഓരോരുത്തർക്ക് എന്താണ് ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പറയാനാണെങ്കിൽ തിയേറ്ററിൽ പോയി വൺ ടൈം വാച്ച് ചെയ്യുക. പക്ഷേ എവിടെയോ എല്ലാവർക്കും പല അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് കുറേ കഥാപരമായിട്ട് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു സിനിമയാണ്. കാരണം ഇങ്ങനെ ഒരു ഗ്യാങ് വാർ മൂവീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ലീഷേ എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കുക, അല്ല പഴയ സിനിമകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന കുറേ പാറ്റേൺസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും പഴയ നമ്മൾ കണ്ടിരിക്കുന്ന കുറേ സിനിമകളിലെ പാറ്റേൺസ് ഒക്കെ കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സീൻ വരുമ്പോൾ ഇതിങ്ങനെയാണ് തീരാൻ പോകുന്നത് നമുക്ക് മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഈ സിനിമ വരികയാണെങ്കിൽ കുറേയും കൂടെ നന്നാകുമായിരുന്നു. ഇപ്പം പെപ്പയെ സംബന്ധിച്ച് നമ്മൾ ഈ ഇന്റർവ്യൂ, അതായത് സിനിമയ്ക്ക് മുന്നേ ഉള്ള കുറേ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ സിനിമാ താരം ജഗദീഷ് അദ്ദേഹത്തിന്റെ പെപ്പെ എന്ന് പറയുന്ന ആ താരത്തിന്റെ ഇമേജ് കുറേയും കൂടെ നന്നായി, അതായത് കുറച്ചുകൂടെ ഭയങ്കര ലെവലപ്പോ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും ലെവലപ്പിൽ എത്തുമെന്ന് തോന്നുന്നില്ല. പിന്നെ പെപ്പെ എന്ന് പറയുന്ന താരം ആന്റണി എന്ന് പറയുന്ന ആന്റണി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് സിനിമയിലും. ആന്റണി പെപ്പയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, സ്റ്റണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ഈ സിനിമയുടെ ഒരു കപ്പിത്താൻ എന്നൊരു നിലയിൽ പോൾ ജോർജ് എന്ന് പറയുന്ന ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ് ഈ സിനിമയുടെ ഓരോ സീൻസ് കഴിയുമ്പോൾ ഓക്കെ ആണോ എന്ന് ഫണ്ട് ഇറക്കാനായിട്ട് ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉള്ളപ്പോൾ, അതായത് മാർക്കോട് പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണിത്. അപ്പം ഈ സിനിമ അത്രയും ഫണ്ട് ഇറക്കി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫണ്ടിന്റെ എത്ര ഫണ്ട് ഇറക്കിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല, ആ പ്രൊഡ്യൂസർ അങ്ങനെ ഒരു കാര്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇദ്ദേഹം കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറേയും കൂടെ വലിയ ഇതിലേക്ക് വന്നേനെ. ദൃശ്യം എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ദൃശ്യം എന്ന് പറയുന്ന സിനിമ മിക്സഡ് റിവ്യൂസ് പലയിടത്തുനിന്നും വന്നായിരുന്നു. എങ്കിൽ പോലും ഈ കാട്ടാളൻ ഹിറ്റ് ആവുകയാണ്, ചിലപ്പോൾ കാട്ടാളൻ കയറി പോകുമെന്ന് പറയും. പക്ഷേ ദൃശ്യം എവിടെ നിൽക്കുന്നോ എപ്പോഴും നിൽക്കുന്നോ ആ ഒരു ലെവലിൽ തന്നെ ദൃശ്യം പൊക്കോണ്ടേയിരിക്കും. കാരണം ദൃശ്യത്തിന് തടസ്സമായിട്ട് കാട്ടാളൻ നിൽക്കത്തില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ആന്റണി വർഗീസ് പെപ്പയുടെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്, ജഗദീഷിനെ കൊണ്ട് ചെയ്യാവുന്ന ജഗദീഷ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട് സുനിൽ എന്ന് പറയുന്ന താരം. നമ്മൾ മോണിക്ക എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടില്ലേ, മോണിക്ക, ആ പാട്ട് അതിന്റെ രീതിയിൽ തന്നെ അതേ ഒരു താളത്തിലും മേളത്തിലും തന്നെ ഇതിലും ഒരു സോങ് ഉണ്ട്. മിക്കവാറും
എനിക്കറിയില്ല അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണോ എങ്ങനെയാണെന്ന് തരത്തില്ല. നമുക്കത് കാണുമ്പം ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് പറിച്ചു വെച്ച പോലെ തന്നെ താളം വരുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് സിനിമയിലെ കുറെ ആളുകളുണ്ട്, കുറെ സഹായികളും ആളുകളും ഉണ്ട്. വില്ലന്മാരുടെ മുന്നിൽ എപ്പോഴും കുറെ പേര് ഇങ്ങനെ കൂഞ്ഞിക്കൂടി നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ എന്താ പറയാ, കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ പണ്ടും കണ്ടിട്ടുള്ളതാണ്. അത് ആരാണ് ഏത് അവസരത്തിലാണ് എങ്ങനെയാണെന്നും പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറെ സീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇന്റർവെല്ലിന് മുന്നേ ഉള്ള ആ ഒരു സീനാണ്. അത് കുറച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. പിന്നെ ഇന്റർവെല്ലിന് ശേഷം വരുന്ന ഫൈറ്റ് ഒന്നും അത്ര ഇതായിട്ടില്ല. അവസാന നിമിഷം ഇന്റർവെല്ലിന് ശേഷം വരുന്ന സീൻസിൽ പകുതിയോടുകൂടി നമ്മുടെ ഒരു മലയാളി താരത്തിനെ കാമിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ സീൻസ് കൊള്ളാം. പക്ഷെ അതില് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സീൻ എന്ന് വെച്ചാൽ കുറെ കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത്, അതായത് നമ്മൾ സിനിമ ഇറക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 13+, അല്ലെ 18+, ആ ഒരു ലെവലിലേക്കൊക്കെ കാണേണ്ട സിനിമകളുണ്ട്. പക്ഷേ ഈ സിനിമയിൽ കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് അവരെ ഒരു ടെറർ മോഡിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കാര്യത്തോടെ എനിക്ക് യോജിപ്പില്ല. ബാക്കി അത്യാവശ്യം കൊള്ളാം. ആ ഒരു താരത്തിനെ കാമിയോ വരുന്ന നമ്മുടെ മലയാളി താരത്തെ കാണിക്കുന്നതിന് ശേഷമുള്ള സീൻസും അവസാന നിമിഷം സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു സ്റ്റണ്ടിന്റെ ഇടയിൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നായകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ കയറി വരുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ, അത് ആ സീൻസൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ബാക്കി കുറെ ബോംബ് പൊട്ടലും പരിപാടികളും എല്ലാം ഉണ്ട്. എന്തായാലും പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയാം. എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചൊരു ഇപ്പോഴത്തെ സിനിമകളുടെ എല്ലാം ഒരു പ്രത്യേകത, എല്ലാവരും ഒരു സമയം വൺ ടൈം വാച്ചബിൾ എന്ന് നമ്മൾ പറഞ്ഞാലും ഒരു തവണയൊക്കെ സിനിമ തിയേറ്ററിൽ എല്ലാവരും പോയി കാണുള്ളൂ. കാരണം എല്ലാവരും അവരവരുടെ തിരക്കുകളും കാര്യങ്ങളും. ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകും ആളുകൾ, അങ്ങനത്തെ ഒരു ക്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ലെവല് കണ്ടിട്ട്. പക്ഷേ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ നമുക്ക് ആളുകളുടെ ഒരു രീതി വെച്ചിട്ട് ചിലർക്ക് രണ്ടാമതൊന്നുകൂടെ കണ്ടാൽ കൊള്ളാൻ തോന്നുന്ന സിനിമകൾ. പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് വരത്തില്ല. ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഓക്കെ, ആന്റണിയുടെ പ്രകടനം ഓക്കെയാണ്, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറയുന്നില്ല, ഓക്കെയാണ്. ജഗദീഷിന്റെ പ്രകടനം ഓക്കെയാണ്. കാരണം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെയൊക്കെ അപേക്ഷിച്ച് സുനിലിന്റെ ക്യാരക്ടറിനാണ് കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കുന്നത്. സുനിലിന്റെ കുറച്ച് സ്റ്റൈലൊക്കെ പരിപാടികളുണ്ട്. തോക്കെടുക്കുമ്പോഴും അല്ലാതെ നടക്കുമ്പോഴും ഒക്കെ കുറച്ച് സ്റ്റൈലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം സുനിലാണ് ഈ സിനിമയിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ബാക്കിയുള്ളവരെല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയുക. ബൈ.